Hello guys, welcome back my YouTube channel. It's me Hacker JD. ഓക്കെ ഗൈസ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പോഡ്സുകളെ പറ്റിയാണ്. ഓക്കെ, എന്താണ് പോഡ്സ് എന്ന് പറയുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങളത് കേൾക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ സംസാരിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ച ഒരു അവയവമാണ് മൗത്ത്. ഓക്കെ, നിങ്ങൾ കേൾക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു അവയവമാണ് ഇയർ. അപ്പോൾ നമ്മൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് അവയവമാണ് മൗത്തും ഇയറും. ഈ സെയിം കോൺസെപ്റ്റ് കമ്പ്യൂട്ടർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന എന്താണ് ഒരു കോൺസെപ്റ്റാണ് പോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ചെറിയൊരു ക്ലാരിറ്റി കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പോഡ്സുകൾ രണ്ട് ടൈപ്പ് പോഡ്സുകളുണ്ട്. ഓക്കെ, ഒന്ന് ഫിസിക്കൽ പോഡ്സും മറ്റൊന്ന് നെറ്റ്വർക്ക് പോഡ്സ് ഇൻറ്റേർണൽ പോഡ്സ് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ആദ്യത്തെ ഫിസിക്കൽ പോഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ സൈഡിലൊക്കെ USB കേബിള്, അതേപോലെ തന്നെ ചാർജിങ് കേബിളൊക്കെ കാണുന്നില്ലേ, അതിനെയാണ് ഫിസിക്കൽ പോഡ്സ് എന്ന് പറയുന്നത്, നമുക്ക് കാണാൻ പറ്റുന്ന പോഡ്സ്. ഓക്കെ, രണ്ടാമത്തത് നെറ്റ്വർക്ക് പോഡ്സ് ആണ്. അതിനെ ലോജിക്കൽ പോഡ്സ് എന്നൊക്കെ പറയാറുണ്ട്. ഈ നെറ്റ്വർക്ക് പോഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഉദാഹരണത്തിന് ഞാൻ www.google.com എന്ന് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഇത് നേരെ പോകുന്നത് ഗൂഗിളിൻ്റെ സെർവറിലാണ്. അപ്പോൾ ഈ ഗൂഗിളിൻ്റെ സെർവറും നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വേണമല്ലോ. ഈ കമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പോഡ്സാണ് നെറ്റ്വർക്ക് പോഡ്സ്. ഓക്കെ, ഇപ്പം ചെറിയൊരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് നമ്മുടെ നെറ്റ്വർക്ക് പോഡ്സ്. ടോട്ടൽ നെറ്റ്വർക്ക് പോഡ്സ് വരുന്നത് 65,565 പോഡ്സാണ് വരുന്നത്. ഇപ്പം ഇതൊരു ചെറിയൊരു മിസ്റ്റേക്കാണ്, അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. ഓക്കെ, അപ്പോൾ ഈ നെറ്റ്വർക്ക് പോഡ്സിൽ നിങ്ങൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് RFC 6365 എന്ന് സെർച്ച് ചെയ്താൽ ഫസ്റ്റ് ലിങ്ക് കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഒരു ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും, ഒരു ഡോക്യുമെൻ്റ് കിട്ടും. ഓക്കെ, അതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, ഏതൊക്കെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ആരാണ് ഈ പോഡ്സ് ക്രിയേറ്റ് ചെയ്തത്, അങ്ങനെയുള്ള ഒരുപാട് ഇൻഫർമേഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ഇതിൽ നമ്മൾ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കുന്ന ഒരു സംഭവമാണ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മുടെ നെറ്റ്വർക്ക് പോഡ്സിൽ വരുന്നുണ്ട്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് വെൽ നോൺ പോഡ്സ്, രണ്ടാമത്തത് രജിസ്റ്റേർഡ് പോഡ്സ്, മൂന്നാമത്തെ ഡൈനാമിക് പോഡ്സ്. ഓക്കെ, ഈ വെൽ നോൺ പോഡ്സ് വരുന്നത് 0 മുതൽ 1023 വരെ ഉള്ള പോഡ്സാണ് വെൽ നോൺ പോഡ്സ് എന്ന് പറയാം. ഓക്കെ, രജിസ്റ്റേർഡ് പോർട്ട് എന്ന് പറയുന്നത് 1024 മുതൽ 49,151 പോർട്സ് വരെയാണ് രജിസ്റ്റേർഡ് പോർട്സ്. ഡൈനാമിക് പോർട്സ് എന്ന് പറഞ്ഞാൽ 49,152 മുതൽ 65,565 പോർട്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോട്ടൽ പോർട്സ് വരുന്നത് 65,565. ഓക്കെ, ആദ്യത്തെ 2 പോർട്സ് ഉണ്ടല്ലോ, അതായത് വെൽ നോൺ പോർട്സും രജിസ്റ്റേർഡ് പോർട്സും, ഈ 2 പോഡ്സുകളാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. ലാസ്റ്റുള്ള ഡൈനാമിക് പോഡ്സ് അധികം അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാറില്ല. ഇതൊരു ഹൈ ലെവൽ നമ്പറാണല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം. ഈ രജിസ്റ്റേർഡ് പോഡ്സ് നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഈ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഷെല്ലുകളൊക്കെ ഇടേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പോഡ്സാണ് രജിസ്റ്റേർഡ് പോഡ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ഓൾറെഡി പ്രീ അസൈൻ ചെയ്തു വെച്ചിട്ടുള്ള പോഡ്സുകളുണ്ട്. അതായത് FTP എന്ന് പറയുന്ന സർവീസ് പോർട്ട് നമ്പർ 21 റൺ ചെയ്യണം, അല്ലെങ്കിൽ SSH എന്ന് പറഞ്ഞ സർവീസ് പോർട്ട് നമ്പർ 22 വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പ്രീ അസൈൻ ചെയ്തു വെച്ചിട്ടുള്ള പോഡ്സുകളുണ്ട്. ഇപ്പം ഇത് നിർബന്ധമില്ല. അതായത് SSH എന്ന് പറയുന്ന സർവീസ് പോർട്ട് നമ്പർ 22 റൺ ചെയ്യണം എന്ന് നിർബന്ധമില്ല. അത് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരു ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡ് ഈ ഒരു രൂപമാണ്. ഓക്കെ, ഇത്രയല്ല, ഒരുപാട് പോഡ്സുകൾ പ്രീ അസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് പോഡ്സുകളുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും.
ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു സെക്യൂരിറ്റി ത്രൂ ഒബ്സെക്യൂരിറ്റി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരു സംഭവത്തിനെ ഒളിപ്പിച്ചു വെച്ചിട്ട് സെക്യൂരിറ്റി കൊടുക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ SSH എന്ന് പറഞ്ഞ സർവീസ് പോർട്ട് നമ്പർ 22 റൺ ചെയ്യുന്നത്. അത് ഞാൻ മാറ്റിയിട്ട് ഒരു 400 404 അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, ഒരു അറ്റാക്കറിനെ സംബന്ധിച്ച് ഒരു അറ്റാക്കർ എന്ത് ചെയ്യും, ഇതേപോലെ SSH സർവീസ് ഹാക്ക് ചെയ്യാൻ വേണ്ടി പോർട്ട് നമ്പർ 22 ട്രൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസും കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോർട്ട് സ്കാനിങ് ചെയ്യുന്നത്. നമ്മൾ പോർട്ട് സ്കാനിങ്ങിലോട്ടാണ് വരുന്നത്. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ നമുക്ക് എന്താണ് തിയറി ക്ലാസ്സസ് ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത്. ഈ പോർട്ട് സ്കാനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ Nmap എന്ന് പറയുന്ന ടൂൾസൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അപ്പം അത് പ്രാക്ടിക്കലി നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. അപ്പോൾ ഈ Nmap യൂസ് ചെയ്യുമ്പോൾ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഓപ്പൺ, ഫിൽറ്റേർഡ്, ഓപ്പൺ, ക്ലോസ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതെന്താണെന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് Nmap എന്ന് പറഞ്ഞ ടൂളിൻ്റെ സ്റ്റേറ്റസ് കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, ആദ്യത്തെ ഇതാണ് ഓപ്പൺ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ് നമുക്ക് വരും. അതായത് അതിൻ്റെ അർത്ഥം നമ്മൾ അവിടെ എന്താണ് ഒരു പോർട്സ് ഓപ്പൺ ആണ് എന്ന് നമുക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് ഓപ്പൺ എന്ന് കാണുന്നത്. ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പണിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ എന്താണ് ആ പോർട്ട് ക്ലോസ് ആണ് എന്ന് അറിയിക്കുന്ന ഒരു സ്റ്റേറ്റാണ്. ഓക്കെ, അതേപോലെ തന്നെ അടുത്തൊരു സ്റ്റേറ്റാണ് ഫിൽറ്റേർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബിഹൈൻഡ് എ ഫയർവാൾ. അതായത് അവിടെ ഒരു ഫയർവാൾ ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഫിൽറ്റേർഡ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് കാണുന്നത്. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് ഒരു സ്റ്റേറ്റാണ് ഓപ്പൺ ഓർ ക്ലോസ്ഡ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് Nmapന് മനസ്സിലാകുന്നില്ല ആ പോർട്ട് അവിടെ ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ എന്ന്. ഓക്കെ, അടുത്തൊരു സ്റ്റേറ്റാണ് ഓപ്പൺ ഓർ ഫിൽറ്റേർഡ്. നമുക്ക് ഫിൽറ്റേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ നോക്കിയിരുന്നു, ഫയർവാൾ ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു സ്റ്റേറ്റാണ് ഫിൽറ്റേർഡ്. അപ്പോൾ ഓപ്പൺ ഓർ ഫിൽറ്റേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Nmapന് അവിടെ മനസ്സിലാകുന്നില്ല. ഒന്നെങ്കിൽ ഫയർവാൾ ഉണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ അവിടെ എന്താണ് പോർട്ട് ഓപ്പൺ ആയിരിക്കാം. ഓക്കെ, അടുത്തൊരു സ്റ്റേറ്റാണ് ഈ ഒരു രൂപത്തിലും വരാം, ക്ലോസ്ഡ് ഓർ ഫിൽറ്റേർഡ്. നേരെ ഓപ്പോസിറ്റ്. അതായത് അവിടെ പോർട്സ് ഓപ്പൺ ആണെന്നോ ഇല്ലെങ്കിൽ ഫയർവാൾ ഉണ്ടെന്നോ മനസ്സിലാകുന്നില്ല Nmapന്. അപ്പോൾ ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കാം. എന്നിരുന്നാലും നമ്മുടെ എന്താണ് ഓപ്പൺ എന്നൊരു സ്റ്റേറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളെ സംബന്ധിച്ച് അവിടെ ഒരു എൻട്രി പോയിൻ്റാണ് കിട്ടുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. നമുക്കെന്തായാലും നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ അടുത്ത ഒരു സബ്ജക്റ്റാണ് IP അഡ്രസ്സ്. അപ്പം ഞാൻ ഇതൊക്കെ പറയുന്നത് Nmap എന്ന ടൂള് യൂസ് ചെയ്യുന്നതിന് മുമ്പ്, നെറ്റ്വർക്ക് സ്കാനിങ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അതിൽ IP അഡ്രസ്സ് എന്ന സബ്ജക്റ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. നമുക്കൊരു IP അഡ്രസ്സിനെ പറ്റി അറിയാതെ നമ്മളെന്താണ് സ്കാനിങ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം തന്നെ സംസാരിച്ചിരുന്നു TCP ഓർ IP എന്നൊരു കോൺസെപ്റ്റ്. നമ്മൾ ഫസ്റ്റത്തെ വീഡിയോയിൽ എന്തോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ ബാക്ക് ബോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം TCP IP. വിൻസർഫിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഫാദർ ഓഫ് ഇൻ്റർനെറ്റ്. ഓക്കെ, അതിൽ നമ്മൾ TCP നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വീഡിയോയിൽ സംസാരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് IP യെ പറ്റിയാണ്. അതിനു മുമ്പ് ഈ TCPയും IPയും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. TCP എന്ന് പറഞ്ഞാൽ ഒരു പാക്കറ്റ് എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത് TCPയും, അതേപോലെ തന്നെ ഈ പാക്കറ്റ് ഏത് അഡ്രസ്സിൽ പോകണമെന്ന് തീരുമാനിക്കുന്നത് IP-യുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ TCPയും IPയും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കമ്മ്യൂണിക്കേഷൻ പൂർത്തിയാകത്തുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. നമുക്കിനി നോക്കാം. IP അഡ്രസ്സ് രണ്ട് ടൈപ്പ് IP അഡ്രസ്സ് ഉണ്ട്. അതായത് IPv4ഉം IPv6ഉം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, IPv4 എന്ന് പറഞ്ഞാൽ ഓൾഡ് വെർഷനും IPv6 എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് വെർഷനുമാണ്. ഓക്കെ, നമുക്കിതിനെപ്പറ്റി സംസാരിക്കാം. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ സൈസ് തന്നെയാണ് ഡിഫറൻസ്. IPv4 എന്ന് പറയുന്നത് 32 ബിറ്റും IPv6 എന്ന് പറയുന്നത് 128 ബിറ്റ്സുമാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് 1, നമുക്കറിയാം കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് ആണ് ബൈനറി ലാംഗ്വേജ്. കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ 1 അല്ലെങ്കിൽ 0. ഓക്കെ, ഇല്ലെങ്കിൽ ഇതിന് രണ്ടിൻ്റെ കോമ്പിനേഷനാണ് കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ്. അപ്പം നമുക്ക് ഒരു ബിറ്റ് എന്ന് പറഞ്ഞാൽ 1 ഇല്ലെങ്കിൽ 0 വരലാണ് ഒരു ബിറ്റ്.
ഓക്കെ, അങ്ങനെ 32 IPv4 32 ബിറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം 32 ഒന്നോ ഇല്ലെങ്കിൽ 32 സീറോയോ വരലാണ്. ഓക്കെ, ഇല്ലെങ്കിൽ ഇതിന് രണ്ടിൻ്റെയും കോമ്പിനേഷൻ നമ്പർ വരലാണ്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് IPv4 ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. എന്താണ് റീസൺ IPv4 ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ അതെന്തുകൊണ്ടാണ് നമ്മൾ IPv4 യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതായത് IPv4ഉം IPv6ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞ സൈസാണ്. അത് ഏതൊക്കെ വിധത്തിലാണ് നോക്കാം. നമുക്ക് ആദ്യം തന്നെ നമുക്കറിയാം 32 ബിറ്റാണ് IPv4, IPv6 128 ബിറ്റാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ IPv4ൻ്റെ IP അഡ്രസ്സ് വരുന്ന ഈ ഒരു രൂപത്തിലാണ് 192.149.252.76. ഒരു ഡെസിമൽ ഫോർമാറ്റിലായിരിക്കും IPv4ൽ വരുന്നത്. മറിച്ച് നമ്മുടെ IPv6ൽ വരുമ്പോൾ ഒരു ഹെക്സാ ഡെസിമൽ ഫോമിലാണ് വരുന്നത്. അതിൽ ആൽഫബറ്റ്സ് വരുന്നുണ്ട്, നമ്പേഴ്സ് വരുന്നുണ്ട്, ഡബിൾ കോളൻ വരുന്നുണ്ട്. അപ്പം ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ 0 മുതൽ 9 വരെയും A മുതൽ F വരെയുള്ള ഒരു സംഭവം, ഒരു കോൺസെപ്റ്റാണ് ഈ IPv6ൽ വരുന്നത്. അതുകൊണ്ടാണ് ഹെക്സാ ഡെസിമൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു രൂപത്തിലായിരിക്കും IP അഡ്രസ്സ് വരുന്നത് IPv6ൻ്റെ. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്പേഴ്സാണ്. അതായത് IPv4ൽ നമുക്ക് ടോട്ടൽ IP അഡ്രസ്സ് കിട്ടുന്നത്, നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2^32 എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴെ കാണാൻ പറ്റും. IPv4ൻ്റെ താഴെ 4.2 ബില്യൺ നമ്പേഴ്സാണ് IPv4ൽ ഉള്ളത്. ഓക്കെ, IP അഡ്രസ്സ് ഉള്ളത്. ഓക്കെ, അതേപോലെ തന്നെ IPv6ൽ ഹ്യൂജ് നമ്പറാണ്. 2^128 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും അധികം ലാർജ് നമ്പർ നമുക്ക് കാണാൻ സാധിക്കും. ഇത് എത്രയാണെന്ന് എക്സാക്റ്റ് എനിക്ക് പറയാൻ അറിയില്ല, നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. IPv6 ഇത്രയും അധികം IP അഡ്രസ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ആൾക്കാർ IPv4 യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഗ്ലോബൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 8 മില്യൺ ആൾക്കാരാണ് ഉള്ളത്. ഓക്കെ, അതിലൊരു 5 മില്യൺ ആൾക്കാർ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ IPv4 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, IPv4 എത്രയായിരുന്നു? IPv4 2.4 ബില്യൺ നമ്പേഴ്സാണുള്ളത്. അപ്പോൾ തന്നെ 4.2 ബില്യൺ IP അഡ്രസ്സാണ് ഉള്ളത്. അപ്പോൾ തന്നെ ഇവിടെ 5 ബില്യൺ കഴിഞ്ഞു പോയി. അപ്പോൾ സത്യത്തിൽ IPv4 കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വളരെ തുച്ഛമായ എണ്ണം മാത്രമേ നിലവിൽ IPv4 ഉള്ളൂ. IPv6ലാണെങ്കിൽ ഹ്യൂജ് നമ്പറാണ്, ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. അപ്പം IPv4 സ്റ്റാർട്ട് ചെയ്തത് 1981 സ്റ്റാർട്ട് ചെയ്തത്. ഈ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അധികം അങ്ങനെ ആൾക്കാർ കമ്പ്യൂട്ടറോ മറ്റു കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആവശ്യമുണ്ടാവില്ല എന്ന് കരുതി കാണും. അപ്പം പിന്നീട് ഇത് ഡെവലപ്പ് ചെയ്ത ഡെവലപ്പർമാർക്ക് മനസ്സിലായി IPv4 മതിയാവില്ല, IPv6 ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ IPv6 ക്രിയേറ്റ് ചെയ്തു 1999. അതായത് IPv4 ക്രിയേറ്റ് ചെയ്തല്ലോ 1981 മുതൽ 1999 വരെ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഹാർഡ്വെയർസ്, അതേപോലെ തന്നെ നമ്മുടെ ഡിജിറ്റൽ അസറ്റ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തത് IPv4 ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ നമ്മൾ പെട്ടെന്ന് IPv6 ചേഞ്ച് ചെയ്യാൻ നമ്മൾ നോക്കിയാലും നമ്മുടെ സപ്പോർട്ട്, നമ്മുടെ ഹാർഡ്വെയർസ്, നമ്മുടെ മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, ഓൾമോസ്റ്റ് എല്ലാ ഡിജിറ്റൽ അസറ്റും ക്രിയേറ്റ് ചെയ്തത് IPv4 സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ IPv6 ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ സംഭവം, ഈ ഹാർഡ്വെയർ ആയാലും നമ്മുടെ സെർവർ കാര്യങ്ങൾ എല്ലാം കംപ്ലീറ്റ്ലി നമുക്ക് ഒഴിവാക്കേണ്ടി വരും. ഓക്കെ, അതുകൊണ്ടാണ് ഈ വലിയ വലിയ കമ്പനീസ് പോലും IPv6 ഇപ്പോൾ മൊത്തത്തിൽ ചേഞ്ച് ആവാത്ത കാര്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് IPv6 എന്തുകൊണ്ടാണ് ഇപ്പോഴും ആൾക്കാർ ഉപയോഗിക്കാത്തതെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ഒരു 4-5 വർഷത്തിനുള്ളിൽ തന്നെ IPv6 ചേഞ്ച് ആകും എന്നാണ് എൻ്റെ ഒരു
ഊഹം. കാരണം നമുക്ക് അത്രത്തോളം നമ്മുടെ ഡിജിറ്റൽ അസറ്റുകളൊക്കെ ഇങ്ങനെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും ഡിവൈസുകളും ഒക്കെ ഇങ്ങനെ കൂടി വരുന്ന കാലഘട്ടമാണല്ലോ. അപ്പോൾ നമുക്കിപ്പം നോക്കാനുള്ളത് IPv4 പറ്റിയാണ്. IPv6 ഓൾറെഡി ക്രിയേറ്റ് ചെയ്തെങ്കിലും നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്ന IPv4 ആണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് IPv4 പറ്റി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ IPv4 രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് പബ്ലിക് നെറ്റ്വർക്കും മറ്റൊന്ന് പ്രൈവറ്റ് നെറ്റ്വർക്കും. ഈ പബ്ലിക് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഇൻ്റർനെറ്റാണ് പബ്ലിക് നെറ്റ്വർക്ക്. ഓക്കെ. ഇനി പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള വൈഫൈ കണക്ഷൻസ് ഇല്ലേ, നമ്മുടെ വീട്ടിലുള്ള വൈഫൈ കണക്ഷൻസ്, അത് പ്രൈവറ്റ് നെറ്റ്വർക്കാണ്. അതേപോലെ തന്നെ നമ്മുടെ ഓഫീസിലുള്ള കോർപ്പറേറ്റ് ഓഫീസിലുള്ളത്, അതേപോലെ തന്നെ ബാങ്കുകളിലുള്ളത്, അതൊക്കെ എന്താണ്, പ്രൈവറ്റ് നെറ്റ്വർക്കാണ്. ഓക്കെ. ഇതിൻ്റെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ചും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെൻ്റെ ഒരു വീട്ടിലൊരു വൈഫൈ ആണെന്ന് കരുതിക്കുക. ഇതിൽ ഈ ലേഡി എന്ന ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നു. ഇവിടെ ഞാൻ IP അഡ്രസ്സ് 1 എന്ന് പറഞ്ഞൊരു IP അഡ്രസ്സ് കൊടുത്തു. ഇപ്പുറത്തിരിക്കുന്ന ഒരാൾ മൊബൈൽ ഫോൺ ടാബോ മറ്റോ യൂസ് ചെയ്യുന്നു. അവിടെ 2 കൊടുത്തു. ഇപ്പുറത്ത് 3 കൊടുത്തു. പിന്നെ 4 CCTV ക്യാമറ 5. അങ്ങനെ ഈ രീതിയിൽ IP അഡ്രസ്സ് ഇങ്ങനെയല്ല വരിക. ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി പറയുകയാണ്. ഈ സെയിം കോൺസെപ്റ്റ് എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ളവരും ഉപയോഗിക്കുന്നു, അവരുടെ വൈഫൈ ഉപയോഗിക്കുന്നു. ഇവിടെ ഈ സെയിം കോൺസെപ്റ്റിൽ 1 വരാം, IP അഡ്രസ്സ് 1, 2, 3, 4, 5 എന്ന് വരാം. ഇവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നില്ലല്ലോ, ഒരു കണക്ഷൻ വരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് നെറ്റ്വർക്കിൻ്റെ IP അഡ്രസ്സ് ഏത് രീതിയിൽ വേണമെങ്കിലും വരാം. പക്ഷേ ഒരു നെറ്റ്വർക്കിൽ തന്നെ ഇവിടെ ഒരു വൈഫൈയുടെ പറഞ്ഞല്ലോ 5 എന്ന് പറഞ്ഞ ഒരു IP അഡ്രസ്സ്, ഈ ബാക്കിയുള്ളവർക്ക് ആർക്കും 5 എന്ന് പറഞ്ഞ് കണക്ഷൻ കാണിക്കരുത്. 5 എന്ന് പറഞ്ഞ IP അഡ്രസ്സ് കിട്ടാൻ പാടില്ല. അതും ശ്രദ്ധിക്കുക. ഓക്കെ. ഇനി പബ്ലിക് നെറ്റ്വർക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു IP അഡ്രസ്സ് 1 എന്ന് പറഞ്ഞ IP അഡ്രസ്സ് വന്നാൽ തൊട്ടപ്പുറത്ത് 1 എന്ന് പറഞ്ഞ IP അഡ്രസ്സ് വരാൻ പാടില്ല. അവിടെ 2 എന്ന് വരാം, 3 എന്ന് വരാം, 4 എന്ന് പറയാം. അവിടെ യുണീക്കായിട്ടുള്ള ഒരു IP അഡ്രസ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. ആ ഒരു IP അഡ്രസ്സ് ഈ പബ്ലിക് നെറ്റ്വർക്കിൻ്റെ അകത്ത് 1 എന്ന് പറഞ്ഞ ഒരു IP അഡ്രസ്സ് വേറെ ഒരാൾക്കും വരാൻ പാടില്ല. ഓക്കെ. ഈ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ എന്താണ് പ്രൈവറ്റ് നെറ്റ്വർക്കും പബ്ലിക് നെറ്റ്വർക്കും. ഓക്കെ. നമ്മൾ നമ്മുടെ വീട്ടിലുള്ളൊരു വൈഫൈയുടെ ഒരു കണക്ഷന് ഒരു കണക്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഇവിടെ ഒരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. അതായത് നമ്മുടെ വീട്ടിലും എന്താണ് സെയിം ഇൻ്റർനെറ്റ് അല്ലേ യൂസ് ചെയ്യുന്നത്, പിന്നെ എന്തുകൊണ്ട് അത് പ്രൈവറ്റ് അല്ല? ഇപ്പം ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടും. ഇപ്പോൾ ഇതെല്ലാം എൻ്റെ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ടാബ്, മൊബൈലൊക്കെ എൻ്റെ വീട്ടിലുള്ള വൈഫൈയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ IP അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. 192.168.1.1 എന്ന് പറഞ്ഞ മൊബൈലിനും, 2 എന്ന് പറയുന്നത് ടാബിനും, 3 എന്ന് പറഞ്ഞ ലാപ്ടോപ്പ്, 4 കമ്പ്യൂട്ടർ, ഇങ്ങനെ കൊടുത്തു. ഇത് പ്രൈവറ്റ് നെറ്റ്വർക്കാണ്. ISP ഉണ്ടല്ലോ, അതായത് ISP അല്ല, നമ്മുടെ മോഡത്തിനകത്തുള്ള IP അഡ്രസ്സ് കണ്ടില്ലേ, 82.129.80.111 എന്ന് പറഞ്ഞ IP അഡ്രസ്സ്, ഇത് യുണീക്കായിരിക്കും. ഓക്കെ. അപ്പോൾ ഈ ഒരു സൈഡാണ് നമ്മുടെ മോഡവും ISPയുടെ സൈഡുമുള്ള ഒരു IP അഡ്രസ്സാണ് പബ്ലിക് IP അഡ്രസ്സ്. ഓക്കെ. ഇപ്പോൾ ആ ഒരു ക്ലാരിറ്റി കിട്ടി എന്ന് വിശ്വസിക്കുന്നു. ഇപ്പുറത്തുള്ള 192.168.1.1, 2, 3, 4 ഈ സെയിം IP അഡ്രസ്സ് എൻ്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലുള്ള ഒരാൾ 1.1 എന്ന് പറഞ്ഞൊരു IP അഡ്രസ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും. അതിന് കുഴപ്പമില്ല, കാരണം നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു കണക്ഷൻ വരുന്നില്ല. എൻ്റെ വീടും അപ്പുറത്തെ വീടും തമ്മിൽ ഒരു കണക്ഷൻ വരുന്നില്ല. ഓക്കെ. അപ്പോൾ ഈ ഒരു സൈഡ് മാത്രമാണ് പ്രൈവറ്റ് IP അഡ്രസ്സും, ഇപ്പുറത്തെ സൈഡ് എന്താണ്, പബ്ലിക് IP അഡ്രസ്സും ആണ്. ഓക്കെ. നമുക്ക് IPv4 പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു IPv4 ഒരു IP അഡ്രസ്സാണ്, 192.168.1.45. ഓക്കെ. ഇതൊരു 4 ഗ്രൂപ്പായിട്ടാണ് നമ്മൾ തിരിക്കുക. ഓക്കെ. 192 എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, 168 എന്ന് പറയുന്ന വേറൊരു ഗ്രൂപ്പ്, 1 എന്ന് പറഞ്ഞ വേറൊരു ഗ്രൂപ്പ്, 45 എന്ന് പറഞ്ഞ വേറൊരു ഗ്രൂപ്പ്. ഇങ്ങനെ 4 ഗ്രൂപ്പ്സ് ഉണ്ട് IP അഡ്രസ്സിൽ. ഓക്കെ. ഇതിൻ്റെ ഡെസിമൽ ഫോർമാറ്റാണ് നമുക്കിപ്പോൾ കാണുന്നത്.
ഇതിൻ്റെ ബൈനറി ഫോം ഉണ്ട്. അതായത് കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ബൈനറി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് ആണ്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ 192 എന്ന് പറയുന്നത് 11110000 ആണ്. ഒരു ബൈനറി ഫോമാണ്. ഓക്കെ, അപ്പം 192 എന്ന് പറഞ്ഞത് ബൈനറി ഫോമിലോട്ട് കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജിൽ വരുമ്പോൾ 11000000 എന്നാണ്. അപ്പോൾ ടോട്ടൽ 8 ബിറ്റാണ് വരുന്നത്. ഞാൻ പറഞ്ഞു ഒരു ബിറ്റ് എന്ന് പറഞ്ഞാൽ 1 0 ആണ്. ഇത് രണ്ടും ഏതാവാം ഒരു ബിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ടോട്ടൽ നമ്മുടെ 192 എന്ന് പറഞ്ഞ ആ പോർഷൻ്റെ ബൈനറി ഫോം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം 8 അക്കങ്ങളാണ് വരുന്നത്. ആദ്യത്തെ ആ ഗ്രൂപ്പിൽ വരുന്ന 8 ബിറ്റാണ്. അപ്പോൾ ഇത് മൊത്തം കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന അക്കമാണ് 32. അതായത് 8+8+8+8 = 32 ബിറ്റാണ് IPv4 വരുന്നത്. ഇനി ഡെസിമൽ കൺവേർട്ട് ടു ബൈനറി എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൽ കാൽക്കുലേറ്റർ കാര്യങ്ങൾ കിട്ടും. ഇത് കണ്ടില്ലേ, താഴെ ഒരു IP അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് 10.10.10.10. അതിൻ്റെ ബൈനറി ഫോമിലോട്ട് മാറ്റുമ്പോൾ, അതായത് കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജിൽ മാറ്റുമ്പോൾ കാണുന്ന ഒരു പോർഷനാണ് നിങ്ങൾ മുകളിൽ കണ്ടത്. 00001010 എന്ന് പറയുന്നത് 10 എന്ന IP അഡ്രസ്സിനെ സൂചിപ്പിച്ചിട്ടാണ്. ആദ്യത്തെ 10 എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പിനെ സൂചിപ്പിച്ചിട്ടാണ് ഈ ഒരു രൂപത്തിൽ വരുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു IP അഡ്രസ്സിൽ 2 പോർഷനുണ്ട്. ഒന്ന് നെറ്റ്വർക്ക് ഐഡിയും മറ്റൊന്ന് ഹോസ്റ്റ് ഐഡിയും. ഈ നെറ്റ്വർക്ക് ഐ ഡി എന്താണ്, ഹോസ്റ്റ് ഐ ഡി എന്താണ്, ഒരു IP അഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ നെറ്റ്വർക്ക് ഐ ഡി ഏതാണ്, ഹോസ്റ്റ് ഐ ഡി ഏതാണ് എന്നൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കോൺസെപ്റ്റ് ഉണ്ട്. അതാണ് സബ്നെറ്റ് മാസ്ക്. സബ്നെറ്റ് മാസ്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് സബ്നെറ്റ് മാസ്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് IP അഡ്രസ്സിൻ്റെ ചെറിയൊരു കോൺസെപ്റ്റ് ഉണ്ട്. ക്ലാസ്സസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C എന്ന് പറഞ്ഞൊരു 3 ക്ലാസ്സസ് ആണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. ബാക്കി രണ്ടും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. ക്ലാസ് A എന്ന് പറഞ്ഞാൽ അതിൻ്റെ IP അഡ്രസ്സിൻ്റെ റേഞ്ച് വരുന്നത്, ക്ലാസ് A IP അഡ്രസ്സിൻ്റെ റേഞ്ച് വരുന്നത് 0 മുതൽ 126 വരെയാണ് IP അഡ്രസ്സിൻ്റെ റേഞ്ച് വരുന്നത്. തുടക്കം അതായത് IP അഡ്രസ്സ് തുടക്കം വരുന്നത് 0 മുതൽ 126 വരെയാണ്. അപ്പോൾ അതിൻ്റെ നെറ്റ്വർക്ക് ID എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആദ്യത്തെ ഗ്രൂപ്പായിരിക്കും നെറ്റ്വർക്ക് ID ആയിട്ട് വരുന്നത്. ബാക്കിയുള്ള 3 ഗ്രൂപ്പും ഹോസ്റ്റ് ID ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഒരു ക്ലാസ്സാണ് ക്ലാസ് B. ക്ലാസ് B എന്ന് പറഞ്ഞാൽ 128 മുതൽ 191 വരെയാണ് ക്ലാസ് Bയുടെ IP റേഞ്ച് വരുന്നത്. ഓക്കെ, അതിൻ്റെ നെറ്റ്വർക്ക് പോർഷൻ 2 സൈഡായിരിക്കും നെറ്റ്വർക്ക് പോർഷൻ വരുന്നത്. ബാക്കി 2 സൈഡും ഹോസ്റ്റ് പോർഷനാണ്. ഓക്കെ, 2 സൈഡ് എന്ന് ഉദ്ദേശിച്ചാൽ 2 ഗ്രൂപ്പ്. ഓക്കെ, അവസാനം വരുന്ന ക്ലാസ് C. ക്ലാസ് C തുടങ്ങുന്നത് 191 മുതൽ 123 വരെയാണ് ക്ലാസ് C തുടങ്ങുന്നത്. 3 നെറ്റ്വർക്ക് ഐഡിയും ഒരു ഹോസ്റ്റ് ഐഡിയുമാണ് ക്ലാസ് സിയിൽ വരുന്നത്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് ക്ലാസ് C വരുന്നത്. ഇപ്പോൾ നമ്മൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് 192 മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് ക്ലാസ് C ആണ്. ക്ലാസ് സിയുടെ ആദ്യത്തെ 3 ഗ്രൂപ്പ് നെറ്റ്വർക്ക് ID, ബാക്കി ഒരു ഗ്രൂപ്പാണ് ഹോസ്റ്റ് ID. ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു രൂപത്തിൽ നമുക്കെന്താണ് ക്ലാസ്സുകളുണ്ട്. ഓക്കെ, അവസാനം വരുന്നതാണ് അവസാനത്തെ 2 ക്ലാസ്സുകളാണ് ക്ലാസ് Dയും ക്ലാസ് Eയും. ക്ലാസ് D എന്ന് പറഞ്ഞാൽ അത് യൂസ് ഫോർ മൾട്ടി കാസ്റ്റിന് വേണ്ടിയിട്ടും ക്ലാസ് E യൂസ് ചെയ്യുന്നത് റിസർച്ചിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇത് 2 ക്ലാസ്സുകളും അധികം വരാറില്ല, നമ്മളധികം അങ്ങനെ നോക്കാറുമില്ല. ഓക്കെ, മെയിനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 3 ക്ലാസ്സുകളാണ്. ഓക്കെ, ഇനി സബ്നെറ്റ് മാസ്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഡിഫോൾട്ട് ആയിട്ടുള്ള സബ്നെറ്റ് മാസ്ക്. അതായത് ക്ലാസ് എയുടെ സബ്നെറ്റ് മാസ്ക് ആണ് 255.0.0.0. ഓക്കെ, ക്ലാസ് ബിയുടെ 255.255.0.0, ക്ലാസ് സിയുടെ 255.255.255.0. ഓക്കെ, ഇതാണ് ഡിഫോൾട്ട് ആയിട്ടുള്ള സബ്നെറ്റ് മാസ്ക്. നമുക്ക് ആ റേഞ്ച് വെച്ചിട്ട് IP അഡ്രസ്സ് മനസ്സിലാക്കുക. IP അഡ്രസ്സ് ഏതാണെന്നും ക്ലാസ് A ആണോ ക്ലാസ് B ആണോ ക്ലാസ് C ആണോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള സബ്നെറ്റ് മാസ്ക് കിട്ടും. ഇത് കണ്ടില്ലേ, ഇവിടെ 255 എന്ന് പറഞ്ഞ ആ ഒരു പോർഷനാണ് നെറ്റ്വർക്ക് പോർഷനായിട്ട് വരുന്നത്, നെറ്റ്വർക്ക് ID ആയിട്ട് വരുന്നത്. ബാക്കിയുള്ള 3 0 ഹോസ്റ്റ് പോർഷനാണ്, ഹോസ്റ്റ് ID ആണ്.
ഓക്കെ, ഇവിടെ ക്ലാസ് ബിയിൽ 2 നെറ്റ്വർക്ക് പോർഷൻ ഉണ്ട്, നെറ്റ്വർക്ക് ഐ ഡി ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്നെറ്റ് മാസ്ക് നോക്കിയാൽ മതി. അവസാനത്തെ ക്ലാസ് സിയിൽ 3 നെറ്റ്വർക്ക് ഐ ഡി ഉണ്ട്. ഓക്കെ, ഈ 255 എന്ന് പറഞ്ഞത് 8 ones ആണ്. ഓക്കെ, ഒരു ഗ്രൂപ്പിൽ 8 ബിറ്റ് ഉണ്ട്. ആ 8 ബിറ്റ് 81 വരുമ്പോഴാണ് 255 എന്ന നമ്പർ നമുക്ക് കിട്ടുന്നത്. ഇത് താഴെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലാസ് എയിലെ താഴെ നോക്കിക്കഴിഞ്ഞാൽ 81 വരുന്നുണ്ട്, അതായത് 255.0.0.0 ഇതാണ് ക്ലാസ് എ. ക്ലാസ് ബി വരുമ്പം അതേപോലെ തന്നെ 81.81. പിന്നെ 0000.00000. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമുക്ക് എന്താണ് ഒരു ഡിഫോൾട്ടായിട്ടുള്ള സബ്നെറ്റ് മാസ്ക് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കറക്റ്റ് CIDR എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നേരവും ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചത്, ഈ ഒരു CIDR കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ 255 എന്ന് പറഞ്ഞാൽ 81 വന്നു കഴിഞ്ഞാൽ അവിടെ 255 ആണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അതൊന്ന് പ്ലസ് ചെയ്താൽ മതി. ആദ്യത്തെ ക്ലാസ് എയുടെ CIDR എന്താണ് നോക്കിക്കഴിഞ്ഞാൽ 8 ones വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് /8 എന്ന് കൊടുക്കാം. ഇവിടെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് /8 എന്ന് പറഞ്ഞാണ് ക്ലാസ് എയുടെ CIDR. ക്ലാസ് ബിയുടെ CIDR വരുന്നത് 8 + 8 16 1 വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാം, ക്ലാസ് ബിയുടെ CIDR /16 എന്നാണ് CIDR വരുന്നത്. ക്ലാസ് സിയുടെ എത്ര വരുന്നത് 24 ones വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ക്ലാസ് സിയുടെ CIDR /24 ആണ്. ഇത് സബ്നെറ്റ് മാസ്ക് അറിഞ്ഞാൽ മാത്രമേ അത് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏത് റേഞ്ചിലുള്ള IP അഡ്രസ്സ് ആണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ CIDR നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ CIDR വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ Nmap എന്ന് പറഞ്ഞ ടൂള് നമ്മൾ നെറ്റ്വർക്ക് സ്കാനിങ് ഒക്കെ ചെയ്യുമ്പോൾ CIDR വാല്യൂ ഒക്കെ കൊടുക്കേണ്ടി വരും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നേരം ഇത്രയും കാര്യങ്ങളും പറഞ്ഞത്. ഓക്കെ, ഇനി ഇതല്ല, നെറ്റ്വർക്കിനെ പറ്റി ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞു ഒരു CCNA എന്നൊക്കെ പറഞ്ഞ ഒരു കോഴ്സ് തന്നെ ഉണ്ട് നെറ്റ്വർക്കിനെ പറ്റി. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റിലൊന്ന് അറിയിക്കുക. നെറ്റ്വർക്കിനെ പറ്റി CCNA എന്ന് പറഞ്ഞൊരു കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എന്താണ് ഒരു കോഴ്സ് വീഡിയോ ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അറിയിക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്താണ് ആ CCNA എന്ന് പറഞ്ഞ കോഴ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് Nmap എന്ന് പറഞ്ഞ ടൂള് പ്രാക്ടിക്കലി നമ്മൾ നോക്കുന്നതാണ്. നമ്മുടെ കാളി ലിനക്സ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അത് വെച്ചിട്ട് നമുക്ക് Nmap എന്ന ടൂൾ വെച്ചിട്ട് നമുക്ക് കുറേ നെറ്റ്വർക്ക് സ്കാനിങ്ങും കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, താങ്ക് യു.